ആദിമ ക്രൈസ്തവരുടെ ഈറ്റില്ലമായ പള്ളി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇടവക ജനങ്ങളുള്ള പള്ളി, അതുപോലെ ഏറ്റവും വലിയ പള്ളി മണികളുള്ള പള്ളി, അങ്ങനെ ഒട്ടേറെ പ്രത്യേകതയുള്ള അതിപുരാതനമായ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയമായ കുറവലങ്ങാട് പള്ളിയിലാണ് ഇന്ന് ഹെറിറ്റേജ് വൈസ് എത്തി നിൽക്കുന്നത്. കുറവിലങ്ങാട്ട് മുത്തിയമ്മേ, കുറവേതുമില്ലാതെ കാക്കുമമ്മേ. കുറവിലങ്ങാട്ട് മുത്തിയമ്മേ, കുറവേതുമില്ലാതെ കാക്കുമമ്മേ. അൻപുള്ളോരമ്മേ മുക്തിദായേ, അഭയം തേടി വരുന്നു ഞങ്ങൾ. അൻപുള്ളോരമ്മേ മുക്തിദായേ, അഭയം തേടി വരുന്നു ഞങ്ങൾ. മുത്തിയമ്മേ മുത്തിയമ്മേ, ആശ്രിത വത്സലദായിനി. മുത്തിയമ്മേ മുത്തിയമ്മേ. ആദ്യമേ ഇങ്ങനെ കുറവലങ്ങാട്ട് പള്ളിയിലെ മ്യൂസിയത്തിലേക്ക് ഇങ്ങനെ പോകുന്നു കേട്ടോ. കാര്യം ഇത് അടയ്ക്കുന്നതിന് മുമ്പ് എനിക്കിത് കാണണമെന്നുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങളെ പള്ളിയുടെ വിശേഷങ്ങൾ കൊണ്ടുപോകാം. ഇവിടെ ഈ മ്യൂസിയത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്, അറിയാനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബെന്നി കോച്ചേറ്റിൽ നമ്മളോട്. സാർ നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം ഹെറിറ്റേജ് വൈസിന്റെ ഭാഗമായത്. തീർച്ചയായും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ചർച്ച് അല്ലെ, തീർത്ഥാടന ദേവാലയം. ചില ലെങ്തി പേരാണ്, പക്ഷെ അതെല്ലാം ഓരോ സ്ഥാനമാണ് അല്ലേ? തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് എത്താൻ സാധിച്ചതിൽ. ഞാൻ ആദ്യം ഈ മ്യൂസിയത്തിലേക്ക് ആ സാറിനോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. തീർച്ചയായും കാര്യം ഒത്തിരി പഴയ കാര്യങ്ങൾ കാണാനുള്ള ഒരു സ്ഥലമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ പ്രേക്ഷകർക്കായിട്ട് ഇത് ഓരോന്നും ഒന്ന് പറഞ്ഞു തരാം സാർ. എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് കാണാം? ഇപ്പൊ ഇവിടെ വലിയൊരു ഓൾട്ടർ പോലെ കാണാം. ഇത് എന്താണ്? ഇത് പഴയ അൾത്താരയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തടികൾ കൊണ്ട് നിർമ്മിച്ച പൂക്കളുണ്ട്. റെംലേത്തികൾ അല്ലെങ്കിൽ റെംഷേത്തികൾ എന്നാണ് പറയുക. കുറവലങ്ങാട് പള്ളിയുടെ ഇപ്പോഴത്തെ അൾത്താരയിലും ഇതേ പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. സാധാരണ ദേവാലയങ്ങളിലൊക്കെ പുഷ്പങ്ങൾ കൊണ്ടാണ് അലങ്കാരം നടത്തുന്നത്. എന്നാൽ ഇവിടെ ഒരിക്കൽ പോലും അത്തരം ഫ്രഷ് ഫ്ലവേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അലങ്കാരം നടത്തുന്നില്ല. ഇപ്പോഴുമില്ല. ഇപ്പോഴത്തെ അൾത്താരയും നമ്മൾ കവനീയമാക്കിയിരിക്കുന്നത് ഈ റെംലേത്തികൾ ഉപയോഗിച്ചിട്ടാണ്. റെംലേത്തികൾ. ഈ തൊട്ട് പുറകിൽ കാണുന്ന ഇതൊരു ക്രിസ്തുവിന്റെ രൂപമാണോ ഈ കിടക്കുന്നത്? അതെ, ക്രിസ്തുവിന്റെ രൂപമാണ്. ഇത് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചകളിൽ നമ്മൾ സമൂഹിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ തിരുശരീരം നമ്മൾ നഗരി കാണിക്കൽ എന്ന് പറയുന്ന ശുശ്രൂഷയോട് ചേർന്നും വളരെ ആഘോഷമായിട്ടുള്ള ശ്രീവാപാതയുണ്ട്. ആ ശ്രീവാപാതയിൽ നമ്മൾ പഴയത് തന്നെയാണോ? വളരെ പഴക്കമുള്ളതാണ്. ഇപ്പോഴത്തെ തലമുറയുടെ ഓർമ്മയിലൊന്നും ഇക്കാര്യങ്ങളില്ല. ചരിത്രം പഠിക്കുന്നവർക്ക് മാത്രം അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണിത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു പ്രസംഗപീഠം പോലെ എന്തോ. അതെ, പുൾപിറ്റ് എന്ന് നമ്മൾ പറയും. പുഷ്പം അല്ലെങ്കിൽ പുൾപിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ ആൾ കൂടുന്ന സമയങ്ങളിൽ, മൈക്കൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ വൈദികർക്ക് പ്രസംഗിക്കാൻ വേണ്ടി ഒരു ഉയർന്ന പീഠം, അത് നമ്മുടെ ദേവാലയത്തിന് മുൻപ് ഉണ്ടായിരുന്നതാണ്. വൈദികൻ അതിലേക്ക് കയറി നിന്ന് ഉയരത്തിൽ നിന്ന് പ്രസംഗിക്കും. വളരെ പുരാതന ദേവാലയങ്ങളിൽ മാത്രമാണുള്ളത്. കുറേ സ്വർണ്ണ കുരിശും ഒക്കെ അടങ്ങിയ കുറേ കുരിശുകളൊക്കെ അടങ്ങിയ നിലവിളക്കുകളൊക്കെ അടങ്ങിയ അത് നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു 7 പൂട്ടുള്ള ഒരു നിക്ഷേപ ആലയമാണ്. നിക്ഷേപ എന്തോ ഒരു പ്രത്യേക പൂട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അത് നമ്മൾ നേരത്തെ നമ്മുടെ പടവുകളുടെ മുകൾ ഭാഗത്തുള്ള മുറിയിൽ സ്ഥാപിച്ചിരുന്നു. തുറക്കുന്നതാണല്ലേ? ഇപ്പോഴും തുറക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ തൊട്ട് താഴെ നോക്കിയാൽ നമുക്കൊരു ചിരവ കാണാം. ഈ ചിരവയുടെ പ്രത്യേകത എന്താണ്? ചിരവ സാധാരണ ഒരു മ്യൂസിയത്തിൽ, ഞാൻ പ്രത്യേകിച്ച് ഒരു പള്ളി മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ട ആ ഒരു ആവശ്യം ഇവിടെ എന്താണ്? കുറവലങ്ങാടിന്റെ ഒരു പ്രത്യേകത എന്നതിനേക്കാൾ അപ്പുറത്ത് തച്ചുശാസ്ത്രത്തിന്റെ ഒരു വിസ്മയമാണ്. അതായത് 8 നാക്കുള്ള ചിരവയാണ്. ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിരിക്കും ചിരവ. വിടർത്തി വെച്ച് കഴിഞ്ഞാൽ 8 പേർക്ക് ഒരേ സമയം ഇരുന്ന് തേങ്ങ ചുരുണ്ടാനായിട്ട് കഴിയും. അത് കുറവലങ്ങാടിൻ്റെ തമുക്ക് നേർച്ചയോട് ചേർത്ത് വേണം നമുക്കിതിനെ കേൾക്കാനായിട്ട്. അതിനുവേണ്ടി തമുക്ക് നേർച്ചയ്ക്ക് വേണ്ടി തേങ്ങ ചുരുണ്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതാണ്. അതൊരു കൗതുകം കൂടിയാണ് തത്വശാസ്ത്രത്തിന്റെ. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് പലരും ശ്രമിച്ചിട്ട് ഇതൊരു ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നതാണ് വലിയൊരു പ്രത്യേകത. നമ്മളെപ്പോഴും എം സി റോഡിലെ
ഇങ്ങനെ ഏറ്റുമാനൂരിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴും കാണാം തല ഉയർത്തിയിരിക്കുന്ന ഒരു പള്ളി. അതാണ് കുറവലങ്ങാട്. എനിക്ക് തോന്നുന്നു ഞാൻ തുടക്കത്തിൽ പ്രിയപേക്ഷയോട് പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇടവക ജനങ്ങളുള്ള ഒരു പള്ളി ഒരുപക്ഷെ കുറവലങ്ങാട് പള്ളിയാണ് അല്ലേ? ശരിക്കും എല്ലാവർക്കും ആഗ്രഹം കുറവലങ്ങാട് പള്ളിയുടെ ഒരു ഉത്ഭവവും അതിന്റെ ചരിത്രമൊക്കെയാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. കുറവലങ്ങാട് പള്ളി ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളുള്ള പള്ളി എന്നതുപോലെ തന്നെ കേരളത്തിൽ 2000 വർഷം പഴക്കമുള്ള ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു പള്ളിയും കൂടിയാണ്. AD 52 സെയിൻറ്റ് തോമസ് ഭാരതത്തിൽ വന്നപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച 7 പള്ളികളിലൊന്നായ പാലയൂരിൽ നിന്നും വന്ന 4 കുടുംബക്കാർ, കള്ളി, കാളികാവ്, പകലോമറ്റം, ശങ്കരപുരി എന്നീ 4 കുടുംബങ്ങൾ ചേർന്നാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് രൂപം നൽകിയത്. അതുകൂടാതെ തന്നെ തോമാസ് ലീഹായുടെ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുത്ത കടപ്പൂർ റമ്പാൻ, അദ്ദേഹത്തിൻ്റെ താമസിച്ചിരുന്ന കടപ്പൂർ ദേശത്തുള്ള 5 വീടന്മാരും ഈ കുറവലങ്ങാട്ടെ ക്രിസ്ത്യൻ ഹെറിറ്റേജിൻ്റെ സ്ഥാപകരാണ് എന്ന് വിശ്വസിക്കപ്പെടുകയാണ്. ഈ ക്രൈസ്തവ സമൂഹം ഇവിടെ പ്രബലപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പാരമ്പര്യം പറയുന്നത് പന്തക്കുസ്തായിക്ക് ജെറൂസലേമിലേക്ക് പോയിരുന്ന യഹൂദന്മാരിൽ ചിലർ ഈ കുറവലങ്ങാട്ട് താമസമാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാലയൂരിൽ നിന്നും 4 കുടുംബങ്ങൾ തൃശ്ശൂർ, ചാലക്കുടി, അങ്കമാലി പോലെയുള്ള ഭാഗങ്ങളിലൂടെ പോന്നിട്ടും അവിടെയൊന്നും സെറ്റിൽ ചെയ്യാതെ കുറവലങ്ങാട്ട് വന്ന് സെറ്റിൽ ചെയ്യാൻ കാരണം ഇവിടുത്തെ യഹൂദ സാന്നിധ്യമാണ്, മുൻകൂറുള്ള ക്രൈസ്തവ സാന്നിധ്യമാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് ചരിത്രരേഖകളൊന്നുമില്ല. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പിക്കാം. AD 105 പരിശുദ്ധ ദൈവമാതാവ് മുത്തിയമ്മ ലോകത്താദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഈ കുറവലങ്ങാട്ടാണ്. ലോകത്ത് മറ്റെവിടെയെങ്കിലും പ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടതിന് മുമ്പ് മുത്തിയമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് 1 പ്രാവശ്യമല്ല 6 പ്രാവശ്യത്തിലധികം പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടമാണ്. എന്ന് മാത്രമല്ല മുത്തിയമ്മ സ്ഥാനനിർണയം നടത്തി, ഇവിടെ പള്ളി പണിയൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനനിർണയം നടത്തിയ ഒരു സ്ഥലം കൂടിയാണ്. കുട്ടികൾക്ക് വെള്ളം ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് വെള്ളം കൊടുത്ത ഉറവ ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയുണ്ട് ഈ പള്ളിയുടെ പുറകിൽ. ഭാരതവുമായിട്ട് ദാവീദിൻ്റെ കാലം മുതൽ കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു ജെറൂസലേമുമായിട്ട്. ആ കച്ചവട ബന്ധത്തിൻ്റെ പേരിൽ ജൂയിഷ് സെറ്റിൽമെൻറ്റുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തോമാസ് ലീഹ ഇവിടെ വരുന്നതിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുണ്ട്. അങ്ങനെയാണ് പാലയൂർ, പറവൂർ, കൊടുങ്ങല്ലൂർ, കോക്ക ഇതെല്ലാം ജൂയിഷ് സെറ്റിൽമെൻറ്റുകളാണ്. ഈ കുറവലങ്ങാട് പള്ളിയുടെ പഴയ മധുബഹ തന്നെ ഒരു ജൂയിഷ് സിനഗോഗിൻ്റെ തോറായുടെ രൂപത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല, ഇപ്പം നമ്മളിപ്പം കൊടുങ്ങല്ലൂരൊക്കെ പോലും തന്നെ കടലോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ കുറവലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരുപക്ഷെ ഒരു ഹില്ലി ഏരിയ. ഇവിടെ വലിയ കുരുമുളക് കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. കുരുമുളക് കൃഷിക്ക് വളരെ പറ്റിയ സ്ഥലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടത്തെ കുരുമുളക്, അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലേക്കുള്ള ഒരു കവാടം എന്ന നിലയ്ക്കൊക്കെ ആയിരിക്കാം ഇവിടം അന്ന് ആളുകൾ താമസിക്കാനിടയായിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യ സമയത്തെ ഇതിൻ്റെ ഈ പള്ളി പണിത അല്ല ഇപ്പം പ്രത്യക്ഷപ്പെട്ട് പള്ളി പണിത, അപ്പം ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചോ അത് ആര് പണിതു എന്നുള്ളത് കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് ഈ കള്ളി, കാളികാവ്, പകലോമറ്റം, ശങ്കരപുരി എന്നീ കുടുംബങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിവുള്ളൂ. അതിൽ തന്നെ പകലോമറ്റം കുടുംബമാണ് വളരെ പ്രഗത്ഭമായ കുടുംബം. ആ കുടുംബത്തിൽ നിന്നാണ് പുരോഹിതന്മാരുണ്ടായത്. യഹൂദന്മാരുടെ ലേവി കുടുംബത്തിൽ നിന്നാണ് പുരോഹിതന്മാരുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു ജുഡയോ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം പകലോമറ്റം കുടുംബത്തിൽ നിന്ന് പുരോഹിതന്മാരാണ്. ആ പുരോഹിതന്മാരുടെ ഇടയിലെ ഏറ്റവും പ്രഗത്ഭനായ ആളുകളെയാണ് അർക്കദിയാക്കോന്മാരെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആർച്ച് ഡീക്കൻ 16-ാം നൂറ്റാണ്ട് വരെ ഇവിടുത്തെ സഭയെ ഭരിച്ചിരുന്നത് അർക്കദിയാക്കോന്മാരാണ്. മെത്രാന്മാർ പേർഷ്യയിൽ നിന്ന് നിശ്ചിത ഘട്ടങ്ങളിൽ ആവശ്യാനുസരണം വരികയും തിരികെ പോവുകയും ചെയ്തിരുന്നു. സഭയുടെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത് പള്ളി യോഗമാണ്. പള്ളി യോഗങ്ങളെ എല്ലാം നിയന്ത്രിച്ചിരുന്ന ജാതിക്ക് കർത്തവ്യന്മാരെന്ന് വിളിക്കപ്പെട്ടിരുന്നത് അർക്കദിയാക്കോന്മാരെല്ലാവരും തന്നെ പകലോമറ്റം കുടുംബക്കാരായിരുന്നു. അവരുടെ കല്ലറകൾ ഇവിടെ സമീപത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ധാരാളം ഭക്തജനങ്ങൾ അവിടെയും വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ പള്ളിയുടെ പേര് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അർക്കദിയാക്കോൻ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ആർച്ച് ഡീക്കൻ. ശരിക്കും ഈ കുറവലങ്ങാട് ഈ ആദിമ ക്രൈസ്തവരുടെ ഒരു എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്നതുപോലെ തന്നെ ഈ അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ ഇവിടെ അത്തരത്തിലുള്ളൊരു നിക്ഷേപങ്ങൾ നടത്തി കാണുമല്ലോ പഴയ പുരാതന. അപ്പോൾ ഇപ്പോഴും നമുക്ക് നോക്കിയാൽ ആ ഒരു പഴയ പുരാതനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ധാരാളം പുരാതനമായ കാര്യങ്ങൾ ഇപ്പോഴും അവശേഷിച്ചു. ഉദാഹരണമായിട്ട് പറഞ്ഞെന്നാൽ അർക്കദിയാക്കോൻ ആർച്ച് ബിഷപ്പ് മെനേസിസിനെ സന്ദർശിക്കാൻ പോയപ്പോൾ 3000 ഭടന്മാരാൽ അനുഗതനായിട്ടാണ് യാത്ര ചെയ്തത്. ആയുധധാരികളായ ഭടന്മാർ.
ഈ ഭടന്മാർ ഒക്കെ ഈ കുറലങ്ങാട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ ആയുധപ്പര ഈ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഇപ്പോഴും അതിൻ്റെ കവാടം കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ആയുധപ്പര ഈ ഭിത്തിയോട് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അർക്കദിയാക്കോന്മാർ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് എല്ലാവിധ ഒത്താശകളും നേതൃത്വവും സാമ്പത്തികമായിട്ടും എല്ലാം ചെയ്തിരുന്നത് ഈ പള്ളിയാണ്. അതുപോലെ തന്നെ പാറേമാക്കൽ ഗവർണറുടെയും മറ്റുമൊക്കെ റോമ യാത്രയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്ത ഒരു ഇടവക കുറവലങ്ങാട് പള്ളിയാണ്. ആ തരത്തിൽ സുറിയാനി സഭകളുടെ മുഴുവൻ ഈറ്റില്ലമാണ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അത് കത്തോലിക്കർക്ക് മാത്രമല്ല, അകത്തോലിക്കർക്കും യാക്കോബായ സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും ഒക്കെ സഭാ തലവന്മാർ തന്നെ പകലോമറ്റം കുടുംബക്കാരായിരുന്നു. 6-ാം മാർത്തോമ വരെയുള്ള എല്ലാ മാർത്തോമമാരും കുറവലങ്ങാട്ടുകാരായിട്ടുള്ള ആളുകളായിരുന്നു. സഭകളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നേതൃത്വം വഹിച്ചത് ഈ കുറവലങ്ങാടാണ്. സുറിയാനി പൈതൃകം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ഇക്കാലം അത്രയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഈ കുറവലങ്ങാടാണ്. അതൊക്കെ പരിഗണിച്ചാണ് ഈ പള്ളിക്ക് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പള്ളിക്ക് ചുറ്റും മറ്റെന്തൊക്കെ പുരാതനമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും? തൊട്ട് കരോട്ട് കാണുന്ന ആ കരോട്ടെ പള്ളി, ഈ മുകളിൽ കാണുന്ന പള്ളി, അത് 16-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ ഏകദേശീയ മെത്രാനായിരുന്ന പറമ്പിൽ ചാണ്ടി മെത്രാൻ പണി കഴിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കത്തീഡ്രൽ ദേവാലയമാണ്. അദ്ദേഹം ഇവിടെയാണ് ഇരുന്ന് സഭയെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടു മെത്രാൻ പറമ്പിൽ ചാണ്ടി മെത്രാനായിരുന്നു. അതുപോലെ തന്നെ സെബസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന റോമിൽ നിന്ന് വന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് മെത്രാൻ താമസിച്ചിരുന്നതും കുറച്ചു കാലം ഇവിടെയായിരുന്നു. അതിനോട് ചേർന്നൊരു മണിമാളിക കാണാം അല്ലേ? ആ മണിമാളിക 1911 ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് അന്ന് 30,000 രൂപ കൊടുത്ത് ഈ പള്ളി കപ്പലിൽ കൊണ്ടുവന്ന 3 മണികളാണ്. ഒരുപക്ഷെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ മണികളായിരിക്കും. ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരയിലേക്ക് ഇതിന്റെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. ഏഷ്യയിലെ ഏറ്റവും വലിയ മണികളാണ്. നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും 3 മണികൾ അതിനകത്തുണ്ട്. 3 മണികൾ. പ്രത്യേകത ഒന്ന് പോർച്ചുഗീസ്, എല്ലാം ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് അതിന്റെ ബില്ല് ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും. അത് 3 നോമ്പിന്റെ സമയത്ത് എല്ലാ പ്രദക്ഷിണങ്ങളും തുടങ്ങുമ്പോൾ മുതൽ തീരുന്നവരെ നിർത്താതെ അടിക്കും. അത് അടിക്കുന്നത് കൈകൊണ്ടല്ല, ആളുകൾ 2 പേർ അതിന്റെ മുകളിൽ കയറുന്ന ചവിട്ടിയാണ് അടിക്കുന്നത്. വളരെ ശ്രമസാധ്യമായ ഒരു കാര്യമാണ്. മനോഹരമായ ഒരു കാഴ്ചയുമാണ്. അതുപോലെ ഒരു പോർച്ചുഗീസ് മണി ഉണ്ടെന്ന് പറഞ്ഞു. പോർച്ചുഗീസ് മണി അത് ഏറ്റവും മുകളിൽ കിടക്കുന്ന മണിയാണ് പോർച്ചുഗീസ് മണി. അതിന് പുരാതനമായ ഒരു മണി സുറിയാനി ലിഖിതമുള്ള ഈ കുറവലങ്ങാട് ദേശത്തെക്കുറിച്ച് അനുഗ്രഹീത പട്ടണം എന്ന സുറിയാനി ഭാഷയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു മണി മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തൊട്ടു മുമ്പിൽ ഒരു കൽക്കുരിശ് കണ്ടു. കൽക്കുരിശ് പഴയതാണോ? ആ കൽക്കുരിശും നമുക്ക് കൃത്യമായിട്ടുള്ള കാലഗണന കൃത്യമായിട്ട് പറയത്തില്ല. പക്ഷേ ഏറ്റവും പുരാതനമായ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പുരാതനവും ഏറ്റവും വലുതുമായിട്ടുള്ള കൽക്കുരിശിലൊന്നാണ്. അതുപോലെ നമ്മൾ ദേവാലയത്തിനുള്ളിലേക്ക് വന്നാൽ ഇപ്പം നമുക്ക് മദ്ബഹ അല്ലേ, മദ്ബഹയിലൊക്കെ ഇപ്പോഴും ആ പുരാതനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് തൊട്ടുള്ളതൊക്കെ ഉള്ളൂ. ഈ പ്രധാന മദ്ബഹ ഈ പള്ളി പല നിർമ്മിച്ചതാ. അത് അലക്സിസ് ഡോ മെനേസിസ് തറക്കല്ലിട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തോറ അല്ലെങ്കിൽ മദ്ബഹ. ഈ തെക്കേ സങ്കീർത്തി, മുത്തിയമ്മയുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കപ്പെട്ട തെക്കേ സങ്കീർത്തി അതിനും മുമ്പ് പഴക്കമുള്ളതാണ്. മുത്തിയമ്മ എന്ന് പറയുന്നത് മാതാവാണ് അല്ലേ? ഈ നാട്ടുകാര് അവരെ വന്ന് സന്ദർശിച്ച ലോകത്തിൽ ആദ്യമായിട്ട് പ്രതിഷ്ഠപ്പെട്ട പരിശുദ്ധ മാതാവിനെ അവർ വിളിച്ചത് മുത്തിയമ്മ എന്നാണ്. ഇപ്പോഴും ജാതിമത ഭേദമന്യേ 10,000 ഈ മുത്തിയമ്മയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് എന്താ പറയുക, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ ആർച്ച് പ്രീസ്റ്റ് ഒരു വലിയൊരു സ്ഥാനമാണല്ലോ അല്ലേ? സ്ഥാനമല്ല, അതൊരു ശുശ്രൂഷയാണ്. തീർച്ചയായിട്ടും സേവനമാണ് അല്ലേ? അതെ. അപ്പം എന്തായാലും അച്ഛാ ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ഹെറിറ്റേജ് വൈസിന്റെ ഭാഗമായതിൽ. ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. അതുപോലെ അച്ഛാ ഞങ്ങളിവിടെ കേട്ടു നമുക്കൊരു ഫുഡ് ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്, തീർച്ചയായിട്ടും. ഇവിടുത്തെ അതിനെല്ലാം ചരിത്രവും ഇവിടുത്തെ ഓരോ കാര്യത്തിനും ചരിത്രവും പാരമ്പര്യവും ഉണ്ട്. ഇവിടുത്തെ കുടുംബങ്ങൾക്ക്, ഇവിടുത്തെ സ്ഥലങ്ങൾക്ക്, ഇവിടുത്തെ ഓരോ കൽക്കെട്ടുകൾക്കും ഒരു പാരമ്പര്യവും ചരിത്രവും ഉണ്ട്. ഇവിടുത്തെ ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു നേർച്ചയാണ്. അത് തമുക്ക് നേർച്ച എന്ന്, കളത്തൂർ നിവാസികൾ മുത്തിയമ്മയ്ക്ക് നേർന്ന നേർച്ചയാണ്. അതിപ്പോഴും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇടമുറിയാതെ കളത്തൂർ നിവാസികൾ ആവേശത്തോടെ ആ നേർച്ച നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഹെറിറ്റേജ് ബൈറ്റ്സിൽ അങ്ങനെ ഒരു രുചി കൂടി നമുക്ക് ഈ കുറവിലങ്ങാട് പള്ളിക്കാർ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ രുചിയിലേക്ക് പോവാം. അപ്പോൾ തമുക്കുണ്ടാക്കി തരാൻ എൻ്റെ കൂടെ ഒരാൾ മാത്രമല്ല, ഒരു കൂട്ടം ആളുകളുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഹെറിറ്റേജ് ബൈറ്റ്സ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
പ്രധാനമായിട്ട് നമ്മളോട് ഈ തമുക്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബേബി ചേട്ടനാണ്. ഫുൾ പേര് എങ്ങനെയാണ്? ബേബി ജേക്കബ് തൊണ്ടാണ്. ബേബി ജേക്കബ് ചേട്ടനാണ്. ബേബി ചേയ, ഇത് എങ്ങനെയാണ്, എന്താണ് ഈ തമുക്ക്, ഈ കുറവലങ്ങാട് പള്ളിയുമായിട്ടുള്ള ബന്ധം എന്താണ്, അതേക്കുറിച്ച് ഒന്ന് പറയാം. കുറവലങ്ങാട് പള്ളിയിലെ നിവാസ കളത്തൂർക്കാരായ ആളുകൾ ഏതാണ്ട് 153 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നമ്മളെ കളത്തൂർ പ്രദേശത്ത് നമ്മളെ വടക്കൻകൂർ രാജാവിന് ഈ പ്രദേശങ്ങളിൽ വ്യാജ പുകയില നിർമ്മാണം സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളൊരു സന്ദേശം കിട്ടുകയും അതിന് അന്വേഷിക്കുന്നതിന് വേണ്ടി അന്നത്തെ പോലീസ് മേധാവി മാൻസിംഗ് എന്ന് പറഞ്ഞ പോലീസ് മേധാവി പട്ടാളക്കാരുമായിട്ട് വന്ന് ആ പ്രദേശ ഭവനങ്ങളിൽ മുഴുവൻ അവിടുത്തെ പുരുഷന്മാർ മുഴുവൻ മീൻ പിടിക്കാൻ പോയ സമയത്ത് രാത്രിയിൽ വന്ന് സ്ത്രീകളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. നിരന്തരമായ ശല്യങ്ങൾ മൂത്തപ്പോൾ അതിനെ ആ പ്രദേശം മധുരപ്രകാരമായി മുത്തിയമ്മയ്ക്ക് നേർച്ച എന്ന രീതിയിലാണ് തമുക്ക് നേർച്ച അന്ന് ഞങ്ങളുടെ പൂർവ്വീകർ ആരംഭിച്ചത്. മുത്തിയമ്മ. അപ്പോൾ ഇതെല്ലാം ഓശാന ഞായറാഴ്ചയും കൃത്യമായിട്ട് കളത്തൂർ കരയിൽ കല്യാണം കഴിച്ച പുരുഷന്മാർ ഒരാൾക്ക് 100 പഴവും 6 തേങ്ങ ചരണ്ടിയും 1 കിലോ അരി വറുത്ത് പിടിച്ചതും ശർക്കരകൾ 100 രൂപയും വെച്ച് പള്ളിയിലെത്തിക്കും. അത് നമ്മൾ ഓശാന ഞായറാഴ്ച രാവിലെ കൊണ്ടുവന്നിട്ട് ഇത് നമ്മൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പോലെ നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവർക്കെല്ലാം സംശയം ഉണ്ടാവും, ഇത്രയും പേരെന്തിനാന്ന് ഇരിക്കുന്ന അച്ചായമാരും ചേട്ടന്മാരും ഒക്കെ. അതെന്ന് വെച്ചാൽ നമ്മളിത് ഇന്നത്തെ പ്രോഗ്രാം ഇത് നമ്മുടെ ഈ പ്രോഗ്രാമിന് മാത്രം ചെയ്യുന്നതാണ്. ഇതിനുവേണ്ടി മാത്രം ഇന്ന് ഇതെല്ലാവരും ഞങ്ങൾ കമ്മിറ്റിക്കാർ മാത്രമുണ്ട്. ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് 100 പേരാണ്. 100 പേര് വേണം. സാധാരണ 100 പേര് വേണം. കാശാല ഇന്ന് ഞങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങളാണ് ഭാരവാഹി, ഞാൻ സെക്രട്ടറിയാണ്. ഇത് നമ്മൾ ഈ ഏകദേശം 100ഓളം പേര് ചേർന്ന് തയ്യാറാക്കിയിട്ട് ഞാൻ കണക്ക് പറയാം, ഏകദേശം 50,000 പഴം, 500 കിലോ അരി, തേങ്ങ 3000 തേങ്ങയെ ഓരോരുത്തരുടെ പൈസ വെച്ച് കൊണ്ട് തയ്യാറാക്കും. ഇത് തയ്യാറാക്കിയതിന് ശേഷം എന്താ വെച്ചാൽ നേർച്ച വിതരണം ചെയ്യുന്ന മുമ്പായിട്ട് ഇത് നമ്മുടെ വെഞ്ചിരിക്കും. വെഞ്ചിരിച്ചിട്ട് ഇതിനകത്ത് കൃത്യമായിട്ടൊരു അവകാശികളുണ്ട്. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ മെത്രാനച്ഛൻ, ആർച്ച് ബിഷപ്പ്, അസിസ്റ്റന്റുകാരിമാരെ, പള്ളിയിലെ ട്രസ്റ്റിമാരെ, ഇത് പള്ളിയായിട്ട് ബന്ധപ്പെട്ട ജോലിക്കാരെ, ഇതെല്ലാവർക്കും കൂടെ ഉള്ള വീതം നമ്മൾ അത് നടയോഗിരി എന്ന് പറയും. ഈ നടയോഗരെ ഇവിടുന്ന് വെഞ്ചരിച്ച ശേഷം പള്ളിയുടെ മുമ്പിൽ മാതാവിന് മുമ്പിൽ ആദ്യം മുത്തമ്മയ്ക്ക് കൊടുക്കും. അതിനുശേഷം ഇവർക്കെല്ലാം കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ പാരിഷാളിലെ ഏകദേശം 5000-ഓളം പേര് എല്ലാ ഓശാന ഞായറാഴ്ച അത്രയും പേരെ കണക്കൂടൽ 5000 പായ്ക്കറ്റ് നമ്മൾ നിറയ്ക്കും. പണ്ട് കാലങ്ങളിൽ വട്ടയിലയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് പ്രേക്ഷകർക്ക് അടുത്തത് പെട്ടെന്നത് എങ്ങനെയാണ്, നമുക്ക് ഉടനെ തുടങ്ങണമല്ലോ, എങ്ങനെയാണിത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്, എത്ര വെച്ചിട്ടാണ്, എന്താണ് ആദ്യത്തെ പ്രോസസ്സ്? ഇപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് നമ്മളെ തേങ്ങ, അതിപ്പോൾ നമ്മൾ ലൈവായിട്ട് നമ്മൾ തേങ്ങ ആദ്യം നമ്മൾ 150 തേങ്ങ നമ്മൾ തേങ്ങ ഒറ്റ തടിയിൽ ചേർത്താത്ത 8 നാക്കുള്ള തേങ്ങയാണ്, ചിരവയാണ്. ഈ ചിരവയിലെ 8 പേര് ഇരുന്ന് പല കാലങ്ങളിൽ 8 പേര് ലൈവായിട്ടിരുന്ന് ഇവിടെ ചിരണ്ടിയാണ് ചെയ്തത്. ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ പഴം പൊടിക്കും. ഈ പഴം ഇപ്പം നമ്മൾ ചെറുതായിട്ട് ചെറുപഴം, അത് പളയം കൊണ്ടാകാം, ഞാലിപ്പൂരാകാം. അപ്പോൾ ലഭ്യമനുസരിച്ചുള്ള പഴം കിട്ടും. അത് എല്ലാ വീടുകളിലും അതുകൊണ്ട് ഒരു പഴം തന്നെ നിർബന്ധിക്കുന്നില്ല. പല വീടുകളിലും കൊണ്ടിരുന്ന ആൾ മേടിക്കുന്നതാണ്. പഴം കൊണ്ട് നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെക്കും. അതോടൊപ്പം തന്നെ തേങ്ങയും ചിരണ്ടി റെഡിയാക്കി വെക്കും. ആ സമയം തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ശർക്കര ഒരുക്കും. ശർക്കര ഒരുക്കി കഴിഞ്ഞാൽ ശർക്കര നമ്മൾ ഒരിക്കൽ ഈ തോണിക്കകത്തേക്ക് തേങ്ങ നമ്മൾ മൊത്തം നിർത്തും. അതിനകത്തേക്ക് നമ്മൾ ശർക്കര നമ്മൾ ഒരുക്കി വയ്ക്കും. അതൊരു 5-8 സ്റ്റെപ്പാണ്. ഇത് കുറച്ചായതുകൊണ്ട് ഒരു 500 കിലോ തേങ്ങയാണ് ശർക്കരയാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ അത്രയും പല പ്രാവശ്യമായിട്ട് ഒരുക്കി ഇതുപോലെ തന്നെ യോജിപ്പിച്ച് ചെയ്യും. അതിനുശേഷം അരിപ്പൊടിയും കൂടെ ചേർത്തത് പെട്ടെന്ന് ലേവാക്കി യോജിപ്പിക്കും. അങ്ങനെയാണ് തമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കിനി പോകുന്നത് ആ തമുക്ക് ഉണ്ടാക്കേണ്ട കാഴ്ചകളിലേക്കാണ്. ഇവരെല്ലാവരും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിയാണ്. തേങ്ങ ചിരവാൻ പോകുന്നു, അതുപോലെ പഴം പുളിക്കാൻ പോകുന്നു, അതുപോലെ ശർക്കര പാനയാക്കാൻ പോകുന്നു. ആ കാഴ്ചയിലേക്ക് എങ്ങനെ ഇരിക്കുന്നത് ഒരു ഇടി ഉണ്ടോ? ഇല്ല, പരിചയമുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് അത് എക്സ്പീരിയൻസ് ആണ് കാര്യത്തൊക്കെ ചെയ്യാൻ. ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയാ പ്രേക്ഷകരെ, ഇത് 153 വർഷം കഴിഞ്ഞു. ഈ 153 വർഷത്തിനിടയ്ക്ക് എല്ലാ ദിവസവും ഓശാനയ്ക്കല്ലേ? ഓശാന ഞായറാഴ്ചയാണ് കൃത്യമായിട്ട് എല്ലാ വർഷവും പറഞ്ഞ പോലെ. ആ 153 വർഷത്തിലേക്ക് ഇത് ആദ്യമായിട്ടാണ് ഓശാന അല്ലാത്തൊരു ദിവസം ഇത് ചെയ്യുന്നത്, തമുക്കുണ്ടാക്കുന്നത്. അത് ആർക്ക് വേണ്ടിയാ? ഹെറിറ്റേജ് വൈറ്റ്സ് എന്ന ഈ പ്രോഗ്രാമിന് മാത്രമായിട്ടാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഇത് ലൈവായിട്ട് ചെയ്യുന്നത്.
ഇത് നമ്മൾ അരി വറുത്ത് പൊടിച്ചതാണ്. അരിപ്പൊടി. അരി വറുത്ത് പൊടിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വേണ്ടത് നമുക്ക് 300 കിലോ അരിയാണ് വേണ്ടത്. 300 കിലോ. ഇന്ന് നമ്മൾ 15 കിലോ. 15 കിലോ. അതിനൊരു റേഷ്യോ ഉണ്ട് ഈ പടത്തിൻ്റെയും ഈ തേങ്ങ കണക്ക്. മുമ്പേ പറഞ്ഞു. അപ്പോൾ അതിനൊരു അളവാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ തീരെ പൊടിക്കുകയല്ല, ഒരു പകുതി വറുത്ത് പകുതി പൊടിക്കുന്നു. എന്ത് നമ്മൾ കുത്തരി പകുതി വറുത്ത, വേറെ അരി മാത്രമേ തേങ്ങ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ തേങ്ങ ചിരകി റെഡിയാക്കി 150 തേങ്ങ, 5000 പഴം, 15 കിലോ അരി. ഇനി അടുത്ത എങ്ങോട്ടാ? അടുത്ത സ്റ്റെപ്പ് നമ്മൾ ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ശർക്കര ഉണ്ടാവും? അതായത് ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ 25 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 25 കിലോ ശർക്കര. അന്ന് എടുക്കുമ്പോഴോ? അന്ന് എടുക്കുന്നത് 500 കിലോ ശർക്കര. ഈ ലൈവായിട്ട് ഇതിന് കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. അത് കൃത്യമായിട്ട് എല്ലാ വർഷവും ചെയ്തിരിക്കുന്ന ആളാണല്ലേ? അറിയാലോ, അവരും ചെയ്യുന്ന ചുമപ്പെടുത്തിരിക്കുക. അത് ചെയ്യുന്നതിനെല്ലാം ഓരോ ചുമപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇത് ഏകദേശം ഭാഗമായതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എല്ലാവരും കൂടി ഇരിപ്പുണ്ട്. അടുത്ത നമ്മൾ ശർക്കര നേരെ ഉരുക്കിയത് നേരെ എടുത്ത് തോടിലേക്ക് തേങ്ങയ്ക്കകത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോടെ ഇതൊരു സംഭവം കേട്ടോ. ഹെറിറ്റേജ് ബൈറ്റ്സിൻ്റെ ഇതുവരെയുള്ള എപ്പിസോഡ് ചരിത്രത്തിൽ ഒരു വലിയ ഒരു പവർഫുൾ ഫുഡ് എന്താ ഒരു ചരിത്രമാണ്, സംഭവമാണിത്. കാര്യം ഇത്രയും വലിയ തോണി നിറച്ച് അല്ലേ നമ്മളിപ്പോ ഇത് ചെയ്യാൻ പോവാണ്. നമ്മൾ അന്നും ഈ തോണിയിലാണോ ചെയ്യുന്നത്? 183 കൊല്ലമായിട്ട് ഒറ്റത്തടി തീർത്ത തോണിയാണ്. ഒറ്റത്തടി തീർത്ത തോണി. ഇതിനകത്ത് കൂട്ടുന്നത് ഇതിനകത്താണ്. ഇതിനകത്ത് കൂട്ടിയാൽ അതിന് ടേസ്റ്റ് ഉള്ളൂ. ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ പാവം അവിടെ ചേട്ടായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഇങ്ങോട്ട് ഒഴിക്കാൻ പോകണോ? ഇതിനകത്തേക്ക് ഒഴിക്കും. ശർക്കര ഉരുക്കിയത് ഒഴിക്കുകയാണ് കേട്ടോ. തേങ്ങയ്ക്കകത്തോട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. തേങ്ങയ്ക്കകത്തോട്ട് ഒഴിക്കുകയാണ്. അങ്ങനെ ഒറ്റത്തടി തീർത്ത വഞ്ചിയിൽ നമ്മുടെ ചേട്ടായിമാരെല്ലാം കൂടെ, അച്ചായന്മാരെല്ലാം കൂടെ ചെയ്ത ആ തേങ്ങ ചിരികിയതിനകത്തോട്ട് നമ്മുടെ ശർക്കര പാനിയാക്കിയത് ഒഴിച്ചിരിക്കുന്നു. ഇപ്പം അത് ഉടനെ ഇളക്കണോ? അത് തേങ്ങയാണ് യോജിപ്പിക്കണം. ശർക്കരയും തേങ്ങ യോജിപ്പിക്കണം. ഓ, ഇപ്പം 2 മിനിറ്റ് മൊത്തം യോജിച്ചിട്ട് ശേഷമാണ് കളർ. അതിന് ശേഷമാണ് പാഞ്ഞു ചേർക്കുന്നത്. ഈ തോണി ആണെങ്കിൽ ഒരു വർഷം മാത്രമേ എടുക്കുന്നു. പക്ഷേ തമക്കയിറച്ചി മാത്രമേ തോണി കിടന്നെടുക്കുക. ചിലയും അതിലുണ്ടാക്കും. ഇപ്പോൾ നമ്മൾ ശർക്കര തേങ്ങ യോജിപ്പിച്ചു. ഇനി നമ്മൾ കുറച്ച് പഴം നമ്മളിട്ട് തേങ്ങ യോജിപ്പിക്കും. ഇനിയിപ്പോൾ നമ്മൾ പഴം നമ്മൾ ശർക്കരയും തേങ്ങയായിട്ട് മിക്സ് ചെയ്തു. ശേഷം നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ അരി വറുത്ത് പിടിച്ചിട്ടുണ്ടോ, അത് നമ്മൾ ഇതിനകത്ത് കുറച്ച് വാരിയിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അത് റെഡിയാക്കി ഇപ്പോഴത്തേനും ഇതിൻ്റെ പൂർണ്ണമാകും അല്ലേ? വിജയ്, അപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇവരെല്ലാം ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം ഞാനും കണ്ട് ക്ഷീണിച്ചു. കാര്യം അത്രയ്ക്ക് ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമായിരുന്നു. ഇനി എന്താണ് അടുത്ത? നമ്മൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ ആർച്ച് ബിഷപ്പ് വന്ന് വെഞ്ചിരിക്കും. നമ്മുടെ തോമസ് അച്ഛൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കുറവലങ്ങാട്ട് മുത്തിയമ്മയുടെ നേർച്ചയായി കളത്തൂർ നിവാസികൾ സമർപ്പിക്കുന്ന ഈ തമക്ക് കർത്താവിശ്വയുടെ നാമത്തിൽ ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അപ്പം അച്ഛനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് പോർഷൻ എടുക്കാം. ഞാനത് പട്ടയല ഇവിടെ ഇതായി. നമുക്ക് എനിക്കൊന്ന് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ളത് ആരാണ്? അപ്പം ആ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കാം. 97 വയസ്സല്ലേ? വളരെ ചെറുപ്പം, ഏറ്റവും ചെറുപ്പക്കാരനാണ്. അപ്പം അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ
അപ്പച്ചന് ഇത് ഒന്നെടുത്ത് കഴിച്ചാട്ടെ. എങ്ങനെയുണ്ട്? നന്നായിട്ടിരിക്കുന്നു. ഞാനും കുറച്ച് കഴിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. ഇത്രയും കണ്ട ഈ ആയാസത്തിന് എല്ലാവരോടും നന്ദി. ഒന്നും പറയാനില്ല. പഴമാണ് ഇതിനകത്തെ മെയിൻ അല്ലേ? പഴമാണ്, പഴവും ശർക്കരയും. അതിരുചിയാണ്. കുറവലങ്ങാട് പള്ളിയുടെ ഈ ദേശത്തിൻ്റെ, ഈ നാടിൻ്റെ വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായ നമുക്ക് ഞങ്ങൾക്ക് സമ്മാനിച്ച ഈ കുറവലങ്ങാട് പള്ളിയുടെ എല്ലാ ചേട്ടന്മാരോടും, അതുപോലെ കുറവലങ്ങാട് പള്ളിയോടും, ഈ പള്ളിയുടെ ഭാരവാഹികളോടും, ഈ ദേശത്തോടും, ഈ നാടിൻ്റെ തന്നെ, കുറവലങ്ങാട് പള്ളിയുടെ തന്നെ സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായ, വിശ്വാസത്തിൻ്റെയും ഭാഗമായ നമുക്ക് നേർച്ച നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.